ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും ചായയൊക്കെ കുടിച്ചാ? രാവിലെ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മിന്നുവിന് നല്ല അടിപൊളി ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാ. ഓൾ ഞെട്ടിപ്പോകുന്ന സർപ്രൈസ്. മിന്നുവിന് മാത്രമല്ല, ഓളെ ഉപ്പാക്കും ഉമ്മാക്കും മൊത്തം ഫാമിലിക്ക് തന്നെ നമുക്കൊരു സർപ്രൈസ് കൊടുത്തേക്കാം അല്ലേ. വാ, എന്നാൽ നമുക്ക് ഓളവിടെ പോവാം. ഞാനിപ്പോൾ എൻ്റെ പുരയിലുള്ള ചായ പോലും കുടിച്ചിട്ടില്ല. അവിടെ പോയിട്ട് ചായയും കുടിച്ച് സർപ്രൈസ് പൊട്ടിക്കാം. കമാൺ. അപ്പോൾ ഗൈസ്, നമ്മൾ മിന്നുവിൻ്റെ വീട്ടിലെത്തി. റമീസേ, ഇനി എന്നാ പരിപാടി? നീ മറ്റേ കണ്ടത്തിലേക്ക് ഇറങ്ങുക കൃഷിപ്പണിക്ക്. അവിടേക്ക് ഇങ്ങോട്ടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഞാൻ നമ്മളെ കണ്ടിട്ട് വരുന്നു. ഹായ്, എന്തൊക്കെയാ വിശേഷം? ഓനും ഉറങ്ങിക്കൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. നീ അല്ല ഉമ്മാമ സ്റ്റൈലിൽ തട്ടയിലിട്ടിട്ടുണ്ടല്ലോ. എന്താ ഇനിയൊരു കാര്യം ചോദിക്കട്ടെ? ആ അല്ല, ഇന്നോടൊരു ഇമ്പോർട്ടന്റ് കാര്യം ചോദിക്കാനുണ്ട്. നീ ഇതുവരെ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നിക്കാ? 5 സ്റ്റാർ ഹോട്ടലിൽ ഇതുവരെ ജീവിതത്തിൽ നിന്നിക്കില്ല? ഇല്ല. ഈ ഒരു 5 സ്റ്റാർ റിസോർട്ടിൽ പോവാൻ ആഗ്രഹം ഉണ്ടോ? എന്നാ മാറ്റിക്കോ, പോവാ. ഓരോ ദിവസം വന്ന് പറയൂ ആടെ പോക, കാര്യമായിട്ട് പറയാ. ഇനി മാറ്റിക്കോ. പോയാണ് ഉണ്ടാണ്ട്. എനിക്ക് എന്നെ വിശ്വാസമില്ല. നിങ്ങൾ തീരൂല്ല, പറ്റിക്കും. എന്റെ മോളെ, ഇത് ഇനി മാറ്റിക്കോ. കൊണ്ടുപോയിക്കില്ലെങ്കിൽ നമുക്ക് പറയാലോ. ഇനി മാറ്റിക്കോ. വേറെ ഇട കൊണ്ടാനാണോ അല്ലേ? അല്ല, അത് 5 സ്റ്റാർ റിസോർട്ട് പറഞ്ഞതാ. ഇനി മാറ്റിക്കോ. ആടിനെന്തോ കൊടുക്കാണ് കേട്ടോ. ആടിന്റെ തീറ്റയല്ല ഇത്. ഉണങ്ങിക്കല്ല ഇതല്ലേ? ഉണങ്ങിയോ തിന്നോ? പിന്നെ നിങ്ങളോട് ഒരു അർജന്റ് കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇതുവരെ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാം? 5 സ്റ്റാർ ഹോട്ടൽ താമസിച്ചിട്ടില്ല. 5 സ്റ്റാർ റിസോർട്ട് താമസിച്ചിട്ടില്ല. ഗൾഫിലൊന്നും പോയിട്ട് നിങ്ങൾ പോയില്ല? ഗൾഫില് നമ്മൾ ചെലവായിട്ട് പോയിട്ടില്ല. അവിടെ കട റൂം മാത്രം ജോലി അങ്ങോട്ട് പോകാനുള്ള ടൈം ഉണ്ടാവില്ല. പിന്നെ കോൾഡ് സ്റ്റോർ അല്ലേ നിങ്ങളെ? അതെ, ഇത്രയും വർഷം സൂപ്പർ മാർക്കറ്റ് പോയിട്ട് അവിടെ കുറെ വർഷം വന്നിട്ട് നമ്മളെ പണി നാട്ടിൽ വരുമ്പോ പോയെങ്കിലുള്ള യാത്രയുള്ളൂ, അല്ലാതെ എന്നാ ഇൻഷാല്ലാ നിങ്ങള് ഈ പണിയെല്ലാം അവിടെ വെച്ചിട്ട് മാറ്റിക്കോ, നമുക്ക് പോവാ. ഇതിനുള്ള ഭക്ഷണം ശരിയാക്കി കൊടുത്താൽ പോവാ. ഇനി വന്നേരം തൊട്ട് ഭർത്താവ് പറയാൻ നേരെയല്ല. ഇനി ഇങ്ങനെ പരക്കം പാഞ്ഞ് കളിക്കുന്ന പ്രൊഡക്റ്റ് അവിടെ കൊറിയർ ഓഫീസിൽ വന്നെടുക്കുന്നുണ്ട്. എന്ത് പ്രൊഡക്റ്റ്? വലിയ വലിയ ബിസിനസ് വീഡിയോ എല്ലാം ചെയ്തു തരാം. വലിയ വലിയ ബിസിനസ്മാരോട്ട് പ്രൊഡക്റ്റ് വരുന്നതിന്റെ ടെൻഷനും ഒക്കെ. നിഞ്ച പ്രായത്തിൽ നമുക്കെല്ലാം മാമ കല്ലറിയലു അല്ലെങ്കിൽ അങ്ങനത്തെ ടെൻഷൻ അതിനു. ബിസിനസ് മാൻ റമീസിലെ ഇനി വരുന്ന ആളോടി ഏട്ട് നമ്മള് 5 സ്റ്റാർ റിസോർട്ട് പോന്നാ. ഇനി വരുന്നോ? വീഡിയോ ചെയ്ത് തരുമോ? എന്ത് പ്രൊഡക്റ്റിന്റെയാ? എന്നാലാ വരൂ. ആക്കെ ഇഷ്ടമൊന്നുമില്ല. വന്നിക്കില്ല ഇനി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. നല്ല അടിപൊളി വൈബ് റിസോർട്ടാ. വരുന്ന വീഡിയോ ചെയ്യാ. വേ മാറ്റിക്കെന്നാല്. അപ്പൊ കൊറേ മാസങ്ങളായി നമുക്ക് കണ്ണെഴുതി കൊടുത്തിട്ടില്ല. ഇപ്പൊ ഈ കണ്ണെഴുതുന്നത് പഠിപ്പിച്ചു തന്ന ആളാണ് കേട്ടോ ക്യാമറ എടുക്കുന്നല്ലേ. ഇല്ലേ പഠിപ്പിച്ചു തന്നെ? പറഞ്ഞ. അപ്പൊ ഇതൊക്കെ സിമ്പിളാണ്. ആണുങ്ങൾക്ക് നല്ലതാ. ഇങ്ങനെ അങ്ങ് പഠിക്കാട്ടോ. ഇവിടെ ഒരു കുത്ത് വേണോ? വെറൈറ്റി ആയിക്കോട്ടെ, ഒരു കണ്ണ് മാത്രം. കുറച്ച് മിനുക്ക് പണി ഇവിടെ ഉണ്ട്. അവസാനം കൊളായി പോവാ. ഇല്ലേ? ഓക്കെ, ഓവറായിക്കത്. ഇപ്പഴും കുറച്ചുകൂടി ആണോ? അപ്പൊ ഗൈസ് എല്ലാരും ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ ഇതിലെന്താ പറയാത്തൊരാള് കാര്യം ഇരുന്നിക്ക്? നമ്മള് പിന്നെ വരുന്നോന്നൊന്നും ചോദിച്ചില്ലേനല്ലോ. നിങ്ങളെ കൂട്ടുന്നില്ല. ഇതെന്താ നിങ്ങളിവിടെ ചോറാക്കിയില്ലേനോ? നിങ്ങൾ വരുന്നുണ്ട്? കണ്ടാ, റിസോർട്ടിലേക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പോകും പോലെയാ. എന്തല്ല ഫ്ലാസ്ക്, കഞ്ഞി വെക്കാനുള്ള പാത്രമെല്ലാം ഉണ്ടല്ലോ. അതെന്തല്ല. അപ്പോൾ പോവല്ല. അപ്പോൾ നമ്മൾ ഇതാ റിസോർട്ടിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഉണ്ട്. എവിടെയാണ് എന്നുള്ളത് അങ്ങ് പറയാം. റിസോർട്ട് ഏതാന്നുള്ള അടത്തിയിട്ട് കാണാം. വയനാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. വയനാട്ടിൽ റിസോർട്ട്. ഒരു ഈച്ച ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. തുറന്ന് അങ്ങ് പോയിക്കോ. അങ്ങ് പോക്കി അങ്ങനെ
പോയിക്കോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ നമ്മുടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. പോവല്ലേ പിന്നെ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വയനാട് മീനങ്ങാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൃഷ്ണഗിരിയുള്ള ലോഡ്സ് 83 എന്ന് പറഞ്ഞ പ്രീമിയം ലക്ഷറി റിസോർട്ടിലാണ് കേട്ടോ വന്നത്. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ റിസോർട്ട് വരുന്നത്. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് ലോകത്തിൽ ഉയരം കൂടിയ സ്റ്റേഡിയങ്ങളിൽ 3ാമതുള്ളതാണ് കേട്ടോ. ഈ റിസോർട്ട് കംപ്ലീറ്റ്ലി ക്രിക്കറ്റ് തീം ബേസ്ഡിൽ ഉള്ളതാണ്. ലോഡ്സ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ച സ്റ്റേഡിയത്തിൻ്റെ പേരാണ് ലോഡ്സ്. 1983 കപിൽ ദേവ് ക്യാപ്റ്റനായി നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യ ആദ്യമായിട്ട് വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കംപ്ലീറ്റ്ലി ക്രിക്കറ്റ് തീമിൽ ഉണ്ടാക്കിയ ഒരു റിസോർട്ടാണ്. പാശ്ചാത്യ രീതിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് ഇവിടുത്തെ വോളൊക്കെ ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചത്. ഭയങ്കര അട്രാക്റ്റീവാണ് ഇവിടെ വന്നാൽ. നല്ല ഒരു ആംബിയൻസും നല്ല അടിപൊളി ക്ലൈമറ്റുമാണ് ലോഡ്സ് 83 എന്ന് പറഞ്ഞ ഈ ഒരു റിസോർട്ടിലുള്ളത് കേട്ടോ. വൺസ് നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു റിസോർട്ടാണ് ഇത്. ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വർഗം എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ വരുന്ന ഏതൊരാൾക്കും ഒരുപാട് മെമ്മറീസിലൂടെ കടന്നു പോകാൻ സാധിക്കും. കാരണം ഓരോ ഓളിലും ക്രിക്കറ്റിൽ പണ്ട് മുതലുള്ള ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ കൃഷ്ണഗിരി സ്റ്റേഡിയവും വളരെ അടുത്താണ്. നമുക്ക് ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എൻട്രൻസ് ഉണ്ട് കേട്ടോ സ്റ്റേഡിയത്തിലേക്ക്. 2 പ്രീമിയം സ്യൂട്ട്സാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. പ്രൈവറ്റ് പൂൾ വില്ലയും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. മിന്നുവിൻ്റെ ഉപ്പയും ഉമ്മയും മിന്നുവും ഞാനാണെങ്കിൽ പോലും നല്ലൊരു പ്രീമിയം റിസോർട്ടിൽ ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വയനാട്ടിലുള്ള നമ്പർ 1 ആയിട്ടുള്ള ഈ ഒരു പ്രീമിയം റിസോർട്ടിൽ വരണമെന്നുള്ളത്. ഞങ്ങളെ മോൻ്റെ ആദ്യത്തെ റിസോർട്ട് എക്സ്പീരിയൻസ് കൂടിയാണ് കേട്ടോ ഇത്. അവേ ഞാനല്ലേ എന്റെ പാല് കുടിക്കാൻ തിന്നിട്ട് എന്താ അവരല്ലേ ഉപ്പാനോടും ഉമ്മാനോടും നിങ്ങൾ നല്ലൊരു പ്രീമിയം റിസോർട്ടിൽ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മുഖത്ത് കണ്ട ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. 10-20 വർഷത്തോളം ഗൾഫിൽ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് മിന്നുവിൻ്റെ ഉപ്പ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ഇതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടാവില്ല, കിട്ടുന്ന പൈസ നാട്ടിലയക്കുക, അങ്ങനെയുള്ള അറിയാലോ ഒരു ഇടത്തരം ഫാമിലീൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്. അപ്പോൾ അവരുടെ മനസ്സിലൊക്കെ പൂവണിയാത്ത സ്വപ്നങ്ങളാണ് ഇതേപോലെയുള്ള ലക്ഷറി റിസോർട്ടും ലക്ഷറി റൂമിൽ നിൽക്കുക എന്നുള്ളതൊക്കെ അവരുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മക്കൾ അവരെ ഇതേപോലെയുള്ള റിസോർട്ടുകളിലൊക്കെ കൊണ്ടുവരുമ്പോൾ അവർ കിട്ടുന്ന സന്തോഷം അത് വളരെ വലുതാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വയനാട്ടിലെ നമ്പർ 1 ക്രിക്കറ്റ് തീംഡ് റിസോർട്ടായ ലോഡ്സ് 83 തന്നെ അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. 14 ഫെബ്രുവരി 2024 ക്രിക്കറ്റ് തീം റിസോർട്ട് ക്രിക്കറ്റിന്റെ ബേസിലുള്ള ഇതാ ഇതിന്റെ ഒരു ചരിത്രം. ഇതെന്താ എന്ത് ബേസിലുള്ള ഇൻ ഓണർ ഓഫ് ഇന്ത്യാസ് 1983 വേൾഡ് കപ്പ് അതിന്റെ ഒരു ഓർമ്മയിൽ കപിൽ ദേവ് ആണ് ഇനോഗ്രേറ്റ് ചെയ്ത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഉള്ള 24 സ്റ്റാർട്ടായതാണ് തോന്നുന്നത്. 24 എഴുതി വെച്ച് 2024 അപ്പോൾ പുതിയ അതെ അത്ര ആയില്ല, ഒരു വർഷം ആകുന്നേ ഉള്ളൂ. കുറച്ച് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണ് ഈ ചുമരുകളല്ലേ, ഇഷ്ടിക നല്ല രസമില്ല മൊത്തത്തില് ഒരു അട്രാക്റ്റീവും വേണ്ട. അതെ അല്ലേ. അപ്പോൾ നമ്മൾ എമിവാവേൻ്റെ ഫസ്റ്റ് റിസോർട്ട് എക്സ്പീരിയൻസ് ആണ് ഇത്. അവൻ ആദ്യമായിട്ട് വന്ന റിസോർട്ടാണ് ലോഡ്സ് 83. നീ വലുതായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വന്ന റിസോർട്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചു തരാം. മേഡത്തിന് ചായ ഒക്കെ ഇവിടെ കൊണ്ടുപോകുന്ന കേട്ടോ. എന്താ മേഡം ഇത് പഞ്ചസാര പൊട്ടിച്ചിടണോ? അത് ഇളക്കുവാനായി കോല് കിട്ടിക്കോ. ഇതാ ഇത് ഇളക്കുവാനുള്ള കോലാണ് കേട്ടോ. അത് പുറത്ത് വെക്കട്ടെ. അപ്പൊ ഇതാ എങ്ങനുണ്ട്? അതിലുണ്ടോ? മധുരം മതിയോ? സുഖീനല്ലത് എങ്ങനുണ്ട്? നല്ല സുഖീനല്ലേ? 2 ഒന്ന് എനക്കാ. ഞാൻ അവിടെ പോയി കുടിച്ചോളാം. അപ്പോൾ ഞാൻ അവിടെ പോയി വരുന്നത്. 2 ഇവിടെ കളിയിലല്ലേ.
ബാവേ എമ്മി ബാവേ എന്താ ബാവേ എന്റെ അമ്മ ലേഡി അല്ലേ എനിക്ക് പോവാ ഇവിടെ കറങ്ങി വരാലോ വാടാ കമോൺ ഇനീക്ക് എമ്മി ബാവേ എടാ ഇങ്ങനെ ഈ കരുന്നാ പറ്റുമോ നമുക്ക് റിസോർട്ട് കാണണ്ടേ? അപ്പോൾ വാ മക്കളെ നമ്മളെ റൂം പരിസരമൊക്കെ കാണിച്ചു തരാം. നമ്മൾ 2 റൂമാണ് കേട്ടോ എടുത്തത്, ഒന്ന് അപ്പുറത്തും ഒന്ന് ഇപ്പുറത്തും ആയിട്ട്. അപ്പോൾ ഇവിടെ ഒരു സോഫ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ക്രിക്കറ്റിൻ്റെ കണ്ടോ, കേച്ചിൻ്റെ ഔട്ടായോ ഇല്ലയോ എന്ന് അമ്പയർ ഏന്തി നോക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ അത്. AC, ടി വി പിന്നെ ഞങ്ങൾ ഓണാക്കിയില്ല, അതിനുള്ള സമയമില്ലേനു. TV ഒരുപാട് നെറ്റ്ഫ്ലിക്സ് എല്ലാ സംഭവം കിട്ടും കേട്ടോ. പിന്നെ ഒരു ചങ്ങായി ഇവിടെ ഇതാ പോത്ത് പോലെ കിടക്കുന്നു. നേരം വെളുത്തടാ ഒന്ന് പുറത്തെല്ലാം ഇറങ്ങ്, തിന്ന് ബോധയില്ലാണ്ട് കിടക്കുക. എന്തെല്ലോ വയറ് കാണാണ്ടിരിക്കുക, വയറിൻ്റെ മുകളിൽ ഇതിട്ടതാ പുതപ്പ്. അപ്പോൾ ബാത്റൂം കേട്ടോ, ബാത്റൂം കുളിക്കാനുള്ളത് വേറൊരു പാർട്ടീഷനൊക്കെ ആയിട്ടാണ്. പിന്നെ ഇതാ ഓക്കെ, കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ, നല്ല രസമുണ്ട്. അതായത് അത്യാവശ്യം സ്ഥലമുണ്ട്. ബാത്റൂം നമുക്കൊരു കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു സുഖമാണ് അല്ലേ, ഒരു കുടുങ്ങിയ ഫീല് വരുമല്ലോ കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ബാൽക്കണിയിലേക്ക് പോവാ. നല്ല ഫ്രഷ് എയർ. ഇവിടുന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങോട്ടേക്കൊക്കെ നമുക്ക് പോകണം. കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുക, അതൊരു വൈബാ. കാരിക്ക പഴയ ജിംനാസിയ അല്ലേ ഉപ്പ? പഴയ അഭ്യാസിയാ. ചാടിക്കാര് പുള്ളപ്പ്. ആ ഇവിടെ അടുത്തങ്ങ് ആംബുലൻസ് കിട്ടുമല്ലോ മീസേ. കാറിൽ ആടല്ലേ, റൂമിൽ ഉണ്ടാവുമല്ല. ഒന്നുകൂടി ശ്രമിച്ചു നോക്ക്. ഇതാ അമീസ, ഇവിടെ ഇങ്ങനെ കയറുണ്ട്, കയറുമ്പോ കൂടി ഇതെല്ലാം നടക്കവാ. ഞാനോ ഞാൻ കാണിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇതാ പഠിച്ച കേട്ടോ, പിടിക്കേ. ഇതാടാ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആവുക. എന്ത് കളി കളിക്കുന്ന ഫോൺ ഈശയിലൊക്കെ ഞാൻ കാണുന്ന ആരും അറിഞ്ഞ് കാണുന്നൊരിക്കൊന്നല്ല, അങ്ങനൊന്നും ഒരിക്കലും ഇല്ല. എന്തും നമുക്ക് പറ്റും. ഈ ഫോൺ ഈശയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് വെച്ച് നീ വീണെന്ന് പറയാം, മുമ്പോട്ട് നടക്കേ. നീ ജസ്റ്റ് കൈ വെച്ച് നോക്കി നോക്കെ എന്നാ സംഭവം എന്ന്. ഓക്കെ ഓക്കെ, ഇത് കയറാണ്. നമ്മളിങ്ങനെ ഇതിന് പറയുക പറഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ മുകളിൽ കൂടി കാരി മുകളിലുള്ള കമ്പി ഇങ്ങനെ പിടിച്ച് അങ്ങനെയുള്ളൊരു ഇതാ. ഒന്ന് കാരി നോക്കുന്ന വെറുതെ 2 സ്റ്റെപ്പ്. വെറുതെ കാര്യമൊക്കെ വീണിക്കേണ്ട പ്രശ്നമില്ല. വെറുതെ ഒന്ന് ചവിട്ടി നോക്ക് പറ്റുമോ അങ്ങനെയല്ല ഓരോന്ന്. ആ കമോൺ. ആ അടുത്ത കാര്യം. ആ അടുത്ത ഒന്നുകൂടി കയറിക്കാ, ഒന്നുകൂടി 2 സ്റ്റെപ്പ് കൂടി. ആ ആ പേടിയാണ്ടാ. എന്നാ 1 സ്റ്റെപ്പ് കൂടിക്കാര്. വാവേന അമ്മ ഫുള്ള് മൂടി വെച്ചിട്ടാടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്കുണ്ടല്ലോ ഇതുപോലെ കുറേ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ട് ആടെ ഒരു ചെറിയ പോരാ. എന്നിട്ട് ആടെ എൻ്റെ ആഗ്രഹം അത്. അല്ല, എന്നിട്ട് ആടെ ഉണ്ടല്ലോ പല പ്ലാവും ചക്കയും പിന്നെ തേയിലയും അങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ പുരയിൽ. നമുക്ക് വയനാട്ടിലും അങ്ങനെ എവിടെയെങ്കിലും വരണം കേട്ടോ. നമ്മളെ നാട്ടിലൊന്നും തേയിലൊന്നും ഉണ്ടാവില്ലല്ലോ, ആടെ ചക്കയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പുറത്തേക്ക് പോവാ, കുറച്ച് ഊട്ടിയിലാറ്റ. ആഗ്രഹിച്ചൂടെ? അങ്ങനെ ആ പൊന്തിക്കോ നിങ്ങളും കാര്യമൊക്കെ. ആടെ വേറെ അല്ലേ. നമുക്ക് ഫുഡ് കഴിച്ച് വരുമല്ലേ. അപ്പൊ രാത്രിയത്തെ ഫുഡും അവിടെ പാട്ടൊക്കെ തുടങ്ങിട്ടാ, നല്ല പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൊഫേ ആണ്.
അപ്പോൾ നമുക്ക് എന്നാൽ ഫുഡ് കഴിക്കുമല്ലേ? പോയൊക്കെ വാ. അപ്പോൾ ഫ്രണ്ട്സ്, ലൈവ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബ്രോയുടെ പാട്ട് പൊള്ളിയാണ് കേട്ടോ, സൂപ്പർബാണ്. നമുക്ക് കോപ്പി റൈറ്റ് വരുമോ എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് പാട്ടിടാൻ പറ്റാത്തത് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് നല്ല നമ്മൾ ഫുഡിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ടാക്കുന്ന പാട്ടുകളുണ്ടല്ലോ, അതൊക്കെ ബ്രോ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് സൂപ്പിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. മോറി ക്യാപ്പ് ലോഡ്സ് 83 ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള റിസോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫുഡായാലും ഇവരുടെ ആംബിയൻസ് ആയാലും ഒക്കെ ആ രീതിയിലുള്ളതാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഫുഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം സൂപ്പർബാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞങ്ങൾ കഴിച്ച് കിട്ടുക. പ്ലേറ്റിൽ നോക്ക്, എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് തന്നെ എല്ലാത്തൊന്നും 2 പീസ് വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. താഴെയാണ് ജിമ്മ്, സ്പാ ഒക്കെ വരുന്നത്. സ്പാ സെപ്പറേറ്റ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിൻ്റെ മെനു ഒക്കെ അവിടെ കണ്ടിട്ട് സ്പാൻ്റെ ഇതാണ് പൂളിലേക്കുള്ള വഴി. ഇവിടുന്ന് നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അതാണ് നമ്മളെ കൃഷ്ണഗിരി സ്റ്റേഡിയം. അതാണ് അവിടെ കളിയൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ കേട്ടോ. അടിപൊളി. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ പൂളിൽ ഇറങ്ങുന്നില്ല. അപ്പോൾ ഇവിടെ ഫുൾ സെറ്റാണ്. ഇന്നലെയൊക്കെ ഫുള്ള് കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പറഞ്ഞല്ല, സെപ്പറേറ്റ് പ്രൈവറ്റ് പൂൾ വില്ലാസ് വേറെ ഉണ്ട്. കോമൺ ആയിട്ടുള്ള പൂളാണ്. ഇതാ സ്റ്റേഡിയം കണ്ട ഞങ്ങൾ, നമ്മളെ സ്റ്റേഡിയം. അടിപൊളി. ഇറങ്ങാൻ തോന്നുന്നുണ്ട്, പക്ഷേ ഇവിടുത്തെ സമയമല്ല, ടൈമിംഗ് അല്ല. അപ്പോൾ അതിൻ്റെ ഇവിടെ ടൈമിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇറങ്ങുന്നില്ല. ഉണ്ട് 8 AM to 8 PM ആണ് പൂൾ ടൈമിങ്. ഇപ്പോൾ 8 മണി ആയിക്കില്ല. ഓക്കെ, ഇപ്പോൾ സമയം 7:20 ആകുന്നേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യായിരിക്കും 8 മണി ആയിട്ട് വരാൻ. അപ്പോഴേക്ക് ഇവിടുത്തെ സെറ്റിങ്സൊക്കെ റെഡിയാവും. നമുക്കിനി അടുത്ത ജിമ്മിലൊന്ന് പോയി നോക്കാം. താഴെ ഇതെല്ലാം വീൽ ചെയർ ഫ്രണ്ട്ലി ആണ് കേട്ടോ. സ്ലിപ്പാവാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. ഇവിടെയാണ് സ്പാൻ്റെ. സ്പാ എന്ന് പറഞ്ഞല്ലോ, സ്പാ ഇത് സെപ്പറേറ്റ് ആണ് അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഓരോന്നും സ്പെഷ്യൽ സ്പാ ഉണ്ടാവുമല്ലോ. സ്പാ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത, ഇപ്പം ഞാൻ ഇതിൻ്റെ ക്ലാസ്സിന് പോയിന് കേട്ടോ, സ്പായും ഇതൊക്കെ പഠിക്കാൻ. സ്പാ അല്ല, ആയുർവേദ നഴ്സിംഗ് പഠിച്ചത്. സ്പാ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിയിൽ ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് ബോഡിയിൽ ഇങ്ങനെ പെയിൻഫുള്ളായിട്ട് മസാജ് ചെയ്യുന്നതാണ്. ബ്ലഡ് സർക്കുലേഷൻ അങ്ങനെ ഒരുപാട് കാര്യത്തിന് വളരെ ഇതാണ്. പക്ഷേ ചെയ്യുമ്പോൾ ചില പെയിനൊക്കെ ഉണ്ടാകും ചിലപ്പോൾ. അങ്ങനെ പ്രസ് ചെയ്ത് ഇപ്പോൾ എല്ലായിടത്തും മസാജിങ് എന്ന് പറയുന്ന ഓയിൽ യൂസ് ചെയ്തിട്ടാണല്ലോ. ഇതിന് ഓയിൽ യൂസ് ചെയ്യില്ല. അപ്പോൾ സ്പാ ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ചെയ്താൽ. അപ്പോൾ ഇതാണ് ജിമ്മ്. ജിമ്മിനൊക്കെ പോകണമെന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷേ അങ്ങനെ അങ്ങായിപ്പോവും. തുടങ്ങണം ഇനി ജിമ്മിൽ പോയാൽ. ഇതാ ഓക്കെ. ഇപ്പോൾ ജിമ്മിന് ടൈമിംഗ് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഫുൾ ടൈം ഓപ്പൺ ആണ് ഇവിടുത്തെ ജിമ്മ്. പിന്നെ ഇവിടെ തന്നെ ഇതിൽ തന്നെ ഒരു ബാത്റൂമും ഉണ്ട് കേട്ടോ. ജിമ്മിൽ തന്നെ വാഷ്റൂം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ഒരു ടണലുണ്ട് കേട്ടോ, ഹിസ്റ്റോറിക്കൽ ടണൽ. ഇതുണ്ട, ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് 14th മാച്ച് ജൂൺ 15 5:30 AM. എല്ലാം കണ്ട ക്രിക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. പ്ലെയർ ഓഫ് ദി മാച്ച് വെസ്റ്റ് ഇൻഡീസ് വോൺ ബൈ 66 runs. ഈ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ ഇവിടെ. ക്രിക്കറ്റ് തീം ബേസ്ഡ് അല്ലേ, തീം ബേസ്ഡ്. നമ്മൾ പിന്നെ ട്രെയിൻ മോഡൽ റെസ്റ്റോറൻറ്റ് അങ്ങനെ ഓരോന്നും തീം ബേസ്ഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അല്ലേ. അതേപോലെ
ഒരു ക്രിക്കറ്റ് ടീം ബേസ്ഡ് റിസോർട്ട്. ഇപ്പോൾ അങ്ങോട്ടൊക്കെ റൂംസ്, നമ്മളെ റൂംസിലേക്കുള്ള വഴികളല്ല, ഇത് താഴത്തല്ലേ, താഴത്താണത്തെ. ഈ കാണുന്ന വില്ലാസൊക്കെ പ്രൈവറ്റ് പൂൾ വില്ലാസാണ് കേട്ടോ. നമുക്ക് മുകളിലോട്ട് പോവാം അല്ലേ. അല്ല, ഇതവിടെയൊക്കെ ക്രിക്കറ്റിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. ഇൻഡോർ ഗെയിംസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് മുകളിലാണ് കേട്ടോ. ഇവിടെ കുറേ ക്രിക്കറ്റ് സിനിമകളുണ്ട്. 1983 ഇത് കാണാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ. പിന്നെ അതാരാ ചേട്ടാന്ന് ചോദിക്കുന്നില്ലേ, സച്ചിനെ കാണിച്ചിട്ട് MS ധോണി എന്ന് പറഞ്ഞ സിനിമ, ക്രിക്കറ്റ് ബേസിൽ ഇറങ്ങിയ സിനിമേൻ്റെ എല്ലാം ഇതിലുണ്ട് കേട്ടോ. മലയാളം ഹിന്ദിയൊക്കെ ഉണ്ട്. ഇവിടെ ഇതും ഗ്രേറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടൈൽസ്. ഇതാണ് ഇവിടെ ഏറ്റവും എന്താ പറയുക, ഈ ഒരു ഏരിയ കണ്ടില്ലേ നിങ്ങൾ, കമാൺ. അതായത് നമ്മൾ പിന്നെ 1983 ലോർഡ്സ് എന്ന് പറഞ്ഞ സ്റ്റേഡിയത്തിൽ നിന്നാണ് ഇന്ത്യ ആദ്യമായിട്ട് വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ സ്റ്റേഡിയത്തിൻ്റെ അതേ രീതിയിലുള്ള ഇത് അവിടെ വന്നിട്ട് ആളുകളെ വെൽക്കമിങ് ചെയ്യുന്ന ഇത് അവിടെയായിരുന്നു. കളിക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ആയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബേസിലാണ് ഇതുണ്ടാക്കിയത് കേട്ടോ. ആ ഒരു രീതിയിലുള്ളതാണ് ഇവിടെ അല്ലേ. ഭയങ്കര ഏത് തോട്ടിലെ ക്രിക്കറ്റ് ടീം ബേസ്ഡ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. ഇതുപോലെ റിസോർട്ട് വേറെ ഇല്ല. ഉള്ളിലെ ഗെയിംസൊക്കെ കണ്ടുവരിക. ഇതാ ഇവിടെയൊക്കെ എല്ലാം ക്രിക്കറ്റ്. ഗാംഗുലി, സ്മോക്കിംഗ് സോൺ എന്ന് പറഞ്ഞിട്ട് ഒരു വേറൊരു ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ആക്ടിവിറ്റി സെൻറ്റർ. അപ്പോൾ ഇതാ ഇവിടെ ഒരു ഇൻഡോർ ഗെയിംസിൻ്റെ ഏരിയ ആണിത്. ഇന്നലെ ഇവിടെ ഫുൾ പിള്ളേരായിരുന്നു. കുറേ ശ്രമിച്ചിട്ടു ക്യാരം ബോർഡ് നാട്ടിൽ നിന്നെല്ലാം കുട്ടികൾ കളിക്കും, നമ്മളിങ്ങനെ നോക്കി വെക്കാനാണ്. ഞാൻ ഇതുവരെ ഇത് പഠിക്കാനായിക്കില്ല. അപ്പോൾ ഇത് പിന്നെ പാമ്പും കോണിയും എല്ലാ കളികളും ഉണ്ട് കേട്ടോ. ഫണ്ണായിരിക്കും. നമ്മളൊരു ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ നല്ല അടിപൊളി ഫണ്ണ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതാ ചെസ് ഉണ്ട്. ഇങ്ങനെ ഉണ്ടോ ഇത്? അല്ല, അറിയണോ എന്നിട്ട് അതിലിടുക, അങ്ങനത്തെ ഗെയിമാണത്. ഓക്കെ, ഇതാണ് ഇൻഡോർ ഗെയിംസ്, ഇത്രയാണുള്ളത്. പിന്നെ ഇപ്പുറത്ത് കിഡ്സിൻ്റെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ അവിടെ പോയി നോക്കിയാൽ സ്വിമ്മിംഗ് പൂളിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. മോറി ക്യാപ്പ് ലോർഡ്സ് 83 എന്ന് പറഞ്ഞ നമ്മുടെ ഈ റിസോർട്ട് ക്രിക്കറ്റ് ടീം ബേസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിലൊരുപാട് ക്രിക്കറ്റ് ടീമിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ തൊട്ടടുത്തിട്ടാണ് ലോകത്തിലെ തന്നെ ഉയരം കൂടിയ സ്റ്റേഡിയങ്ങളിലൊന്നായ കൃഷ്ണഗിരി സ്റ്റേഡിയം ഉള്ളത് കേട്ടോ. നമ്മുടെ അഭിമാനമാണ് അല്ലേ വയനാട്ടിൽ ഇത്രയും വലിയ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത്, അതും ലോകത്തിൽ 3ാമത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കേണ്ടതാണ്. അത് നമ്മുടെ ലോർഡ്സ് 83 എന്ന് പറയുന്നത് അതിലും വലിയ അഭിമാനമാണ് അല്ലേ. നമുക്ക് റിസോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഈ സ്റ്റേഡിയത്തിലേക്ക് വരാൻ പറ്റും കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര വലിയ ഒരു സ്റ്റേഡിയം നേരിട്ട് കാണുന്നത്. അതിരാവിലെ വന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ കളികൾ കാര്യമൊന്നും നടക്കുന്നില്ല. ഇവിടെ ഗ്രൗണ്ട് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വ്യൂ നോക്ക്. എത്ര നട്ടുച്ചക്ക് കളിക്കുമ്പോഴാണെങ്കിൽ പോലും ചെറിയൊരു നൈസ് തണുപ്പ് ഒക്കെ ഉണ്ടാവും അല്ലേ. നമുക്ക് അങ്ങോട്ടെല്ലാം ഒന്ന് കറങ്ങി വരുവാ. ബേഗോ അതെന്താ ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ വയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ബേഗം വെച്ചാൽ നമുക്ക് വയറുള്ള ഫീൽ ചെയ്യൂല. ഐഡിയ പരമായിട്ട് നടക്കണം.
ഇവള് ഉറങ്ങുന്നാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എല്ലായിടത്തിലും പോയേനും പാവം ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് വന്നിട്ട് പുള്ളിയ ഡയലോഗ് എന്നെ കൂട്ടാണ്ട് നിങ്ങളെന്താ അങ്ങ് പോയേ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ എവിടെ ഉറങ്ങാൻ വന്നു. ഏതാ ഡയലോഗ് ഇവിടെ ഉറങ്ങാൻ വന്നെയാണോ എന്നൊക്കെ. ആയിക്കോട്ടെ. ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ അറിഞ്ഞില്ല ഞങ്ങൾ പോയത്. ഒച്ച ഉണ്ടാക്കാണ്ട് എണീറ്റ് പോയാണ്. അല്ല ഒച്ച ഉണ്ടാക്കാണ്ടൊന്നല്ല, ഞാൻ ഇവരൊക്കെ വിളിച്ചിട്ടല്ലേ പോയച്ചി. ഞാൻ പിന്നെ ഇഞ്ചുമൊക്കെ വന്നില്ലേ റൂമിലൊക്കെ. ഫുഡ് കഴിച്ചാലോ? ഫുഡോ? എന്നിട്ട് ഇറങ്ങും. അമ്മയും പിള്ളേക്കാ? ആയിക്കോട്ടെ, എന്നാൽ എന്തെങ്കിലും കഴിക്കുമല്ലേ? അവിടെ ആരും എത്തിയിട്ടൊന്നും ഇല്ല, ആളുകൾ വരുന്നേ ഉള്ളൂ. മോനെ മാറ്റിയിട്ട് ആ ആ പിന്നെ ഒരാളെ കാണിച്ചു തരണോ? നാട് മൊത്തം തപ്പിയിട്ട് കിട്ടിയിക്കില്ല, ഇത് എവിടെ വന്നിരുന്നു കൈ കഴിയിട്ട് അവിടെ ഇരുന്ന് പേപ്പർ വായിക്കുന്നു. നിങ്ങൾ നൈസായിട്ട് ഇങ്ങനെ പോകുന്നു, ഇവിടെ ഇരിക്കുക അല്ലേ? നിങ്ങളെ മൊത്തം നോക്കുന്നുണ്ടല്ലോ നിങ്ങളെ POT. എവിടെ പോയി എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട്. ആ കഴിക്കൽ തുടങ്ങല്ലേ? ആ മാറ്റണ്ടേ? ആ അല്ല ഇവിടെ ഫുഡ് കഴിക്കൽ തുടങ്ങല്ലേ? ഓക്കെ, സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. സ്ട്രോബെറി മിൽക്ക് ഷേക്കിന് വേണോ? എനിക്ക് ഫസ്റ്റ് ഫ്രൂട്ട് ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്, പിന്നെ അതുപോലെ കോൺഫ്ലെക്സ്. എന്നാ വേണ്ടതെന്ന് പറയാം. ആദ്യം നമുക്ക് ഒരു റൗണ്ട് നടന്നു നോക്കാം, എന്നിട്ട് വേണ്ടത് നോക്കിയിട്ട് പിന്നെ കഴിക്കാം. ഫ്രൂട്ട്സ്, കോൺഫ്ലെക്സ് എല്ലാം ഉണ്ട്. വടമാണോ? സെറ്റ് ദോശ. ഈ പാത്രം ഞാൻ തൊട്ട് നോക്കി. അതാണ് എടുത്ത ഹൈലൈറ്റ്. ഭയങ്കര വെയിറ്റാണ്. എന്താ ഈറ്റമാണോ? വെയിറ്റ് ഇല്ലേ? വെയിറ്റ് ഉണ്ടോ? നടക്കൂ. ഇതാ മറ്റേ ഇതുണ്ട്, മസാല ഊത്തപ്പം. ഊത്തപ്പം വേണോ? പിന്നെ ബോണ്ട വേണോ? സാമ്പാർ, ഇഡ്ഡലി, അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പം ഉണ്ട്, കടലക്കറിയുണ്ട്, പൂരിയുണ്ട്, വേറൊരു കറിയുണ്ട്. ഇതെന്തെന്നാ? സേമിയ ഉപ്പുമാ. സേമിയ കൊണ്ടുള്ള ഉപ്പുമാവുണ്ട് കേട്ടോ, സെറ്റ്. പിന്നെ ഇത് അത് മറ്റേ പൊട്ടറ്റോസ്, അത് നോർത്ത് സ്റ്റൈല് മോഡൽ സാധനം. ഹണിയും മേപ്പിൾ സിറപ്പും. അതായത് ഇത് ഹണി എന്തിലായിരിക്കും? ഹണി തേന്. പിന്നെ ഡാനിഷ് പാസ്ട്രീസ് ഉണ്ട്, കേക്ക്സ് ഉണ്ട്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ജാമുണ്ട്. ഓക്കെ, എല്ലാം കണ്ടില്ലേ? ഇനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? എന്നാവാ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കൽ സ്റ്റാർട്ട് ചെയ്യട്ടെ. ക്യാമറ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഫുഡെല്ലാം കഴിച്ച ഒരു രക്ഷയില്ല. നമുക്ക് റൂമിലേക്ക് പോവാം അല്ലേ? വാവ എണീച്ചുണ്ടാവുമോ? നമ്മൾ ഇനിയിപ്പോൾ തിരക്കായി. ഇനിയിപ്പോൾ ഡ്രസ്സ് മാറ്റണം, പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി. ഒരു 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ എന്നിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് റൂമിലേക്ക് പോവാം. വാ. ഇത് ഈ ചെടി ഈറ്റ കുറച്ച് ചെടി വീട്ടിൽ വാങ്ങി കുഴിച്ചിട്ടാലോ? പിന്നെ നമ്മൾ കണ്ടത്തിലോ? ആ ഇപ്പം തീരും. ബേഞ്ചല്ലേ ഓടുന്ന വേഗം വിട്ടോ. ഉമ്മയാ തീർത്ത ഞങ്ങളല്ല. ഇല്ല, അത് ചോദിക്കാനങ്ങ് മറന്നു നോക്കി. മോനെ എണീച്ചിക്കുവാന്ന്. അപ്പോൾ നമുക്ക് 9 മണി ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് അങ്ങോട്ട് പോകണ്ടേ? കുറച്ച് നേരം ഫുഡ് കഴിച്ച ഒരു വിഷമം മാറ്റിക്കോ, ക്ഷീണം. അപ്പോൾ റമീസ് ഇതാ സൈക്ലിങ് ചെയ്യാൻ പോവാണ്. റമീസേ, പേടിയുണ്ട് എനിക്ക്. നെഞ്ഞിടിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ? ലുങ്കി അലൗഡ് അല്ല എന്ന് പറഞ്ഞോണ്ട് ഇപ്പം വിഷമിച്ചിട്ടുള്ള. നിങ്ങൾ പാൻറ് ഞാനിത് ഓൾറെഡി കയറിയതാ. വാ, ഇങ്ങനെ പേടിച്ചാലോ? അത് ഞാൻ ആദ്യം കയറാം. ഓക്കെ, അടുക്കടുക്കട് സ്റ്റെപ്പ് കുറച്ചുകൂടി മുമ്പോട്ട്. ഓക്കെ, ഓന് കാഴ്ചയില്ലാത്ത അത് കുഴപ്പമില്ലല്ലോ. നമ്മൾ കാണണമെന്ന് മസ്റ്റ് ഉണ്ടോ?
ആ ഇവന് പെഡൽ ചെയ്യാൻ പറഞ്ഞാ പോരാ അവിടെ ചവിട്ടിയാൽ മതി. അവിടെ ഇങ്ങാതെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. ഇനി മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ അതായത് ധൈര്യം നമുക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കുക, എക്സ്പീരിയൻസും ചെയ്യുക. നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്, എന്ത് ഒരു ആത്മവിശ്വാസം ഉണ്ട്. അതുകൊണ്ട് ഇനി എന്തായാലും കാരണം ബാ, ഞാൻ ഇല്ല ഇവിടെ ഒന്നും പറഞ്ഞു ബാ എടാ. നമ്മൾ തന്നെ എന്തെല്ലാം ചെയ്യാനില്ല, നമ്മളൊന്നും പിന്മാറരുത്. നമ്മളെല്ലാത്തിലും ഇടിച്ച് കയറാൻ വേണ്ടി. ഓക്കെ, ഇതിങ്ങനെ പിടിച്ച് കയറിയാൽ മതി കേട്ടാ. ഇങ്ങനെ ഇനി ഒറ്റയ്ക്ക് കയറിക്കോളാം. അതിങ്ങനെ പിടിച്ച് കയറിക്കാം. ബാലൻസ് ഇല്ലാണ്ടാ വട്ടം കയറിയിട്ടായിരിക്കും. ഞാൻ ഉണ്ട് എന്ന് പറയുന്നത് കയറാൻ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടായിരിക്കും. എന്താ അതുകൊണ്ട് അഭിനയായിരിക്കും കയറാണ്ട്. അപ്പോൾ ഗൈസ് റമീസ് തോറ്റ പിന്മാറിയിരിക്കുകയാണ്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് നമ്മളിതാ കയറുന്നുണ്ട്. എൻ്റെ വെയിറ്റിനനുസരിച്ചുള്ളത് എന്നൊക്കെയാണ് പറഞ്ഞത്. 100 കിലോ വരെ അല്ലേ? അതെ 100. പറയാൻ പറ്റൂല, ഇവിടുത്തെ ഫുഡ് കുറച്ച് കൂടുതൽ കഴിച്ചീന്. 82 പോരാ, 82 പോരാ. ഇതെന്താ ഇതിൽ നിന്ന് വിളകി പോവാ. ഓക്കെ, രണ്ടില്ല. ആ ഓക്കെ. ഹാൻഡിൽ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്യുക. ആ പ്ലാറ്റ്ഫോം ഇല്ലേ അവിടെ റീച്ച് ആവുന്നവരെ പെഡൽ ചെയ്തുകൊണ്ട് നിൽക്കുക. സൈക്കിൾ ചവിട്ടിക്കൊണ്ട് നിൽക്കുക. സൈക്കിൾ ചവിട്ടുന്ന മാത്രം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീലില്ലേ ഇതിൽ നിന്ന് പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പോയാലും കുഴപ്പമില്ല, ഈ റോപ്പിൻ്റെ ലെങ്ത്തിൽ ഹാങ് ആവുള്ളൂ. അങ്ങനെ ഹാങ് ആയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സ്റ്റാഫ് വന്ന് റെസ്ക്യൂ ചെയ്ത് തരും. സാറിന് അവിടുന്ന് ഒന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ വരാം. ഓക്കെ, പ്ലാറ്റ്ഫോം എത്തുന്നവരെ ചെറിയ സ്പീഡിൽ പെഡൽ ചെയ്ത് കേട്ടോ. ഒരു മിനിറ്റ്. പെഡലിൽ കാണിക്കും. ഓക്കെ, റെഡി. എന്താ വരാത്ത? അവിടെ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ അപ്പോൾ ഗൈസ് നമ്മളിതാ സക്സസ്ഫുള്ളായിട്ട് വന്നിരിക്കുകയാണ്. ആരെങ്കിലും ഇവിടെ കൊടുങ്ങലുണ്ടോ? എന്നിട്ട് ആരെ ഇതേപോലെ നിങ്ങൾ നടുക്കല്ല ആയാലും എന്ത് ചെയ്യോ? ഇതേപോലെ തന്നെ പോയിട്ട് റെസ്ക്യൂ ചെയ്യും. നിങ്ങളിങ്ങനെ പോയിട്ട് വീല് റെഡി ആക്കി കൊടുക്കും. ഓ, അങ്ങനെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വരണം അല്ലേ? അല്ലെങ്കിൽ ഇവിടെ ചെറിയ കയറ്റം വരും. ഓക്കെ, ഇത് കണ്ടിന്യൂ അല്ലേ? ആ ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്യാം. കെട്ടില് ആ കെട്ടും കമ്പി കൂടെ കൂട്ടി നേരെ ചോട്ടോ കേട്ടോ. ആ ഫ്രീയായിട്ടുള്ള ഏരിയയിൽ ചോദിക്കാം. ഇൻ കേസ് സ്ലിപ്പായ ആംഗിളിൽ ഇവിടെയൊക്കെ ഇവിടെ അല്ലേ ചേട്ടനുള്ളത്? ഇങ്ങനല്ലേ? ഇപ്പം ഇതോ? നമ്മൾ ഫോളോ ചെയ്തു. ഓക്കെ, ഇത് പിന്നെ അത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ സീനില്ല. ഇതിൻ്റെ മുമ്പ് ഇങ്ങനത്തെ എന്തെങ്കിലും റൈഡുകാരി ആരെങ്കിലും ഉണ്ടോ അവിടെ? എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ്? ഞാനൊരു തടിയനായതുകൊണ്ടുള്ള പേടിയാണ് കേട്ടോ മെയിനായിട്ട്, ഇല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല. എൻ്റെ തടിമൊത്തം ഇതല്ലേ താങ്ങുന്നത്. കയറി കുറച്ച് കളഞ്ഞേ.
യാ വിളിക്കുന്നു സ്ഥലമാണ് ഓക്കെ അത് ഇത് മതിയടാ. ആണോ? ബാക്കി 3 ആക്ടിവിറ്റിൻ്റെ ഒന്നും ചെയ്യുന്നില്ല, ട്രൈ നോക്കുന്നില്ല? 3 ഇതല്ല, ഇത് ഒരു ചെറിയൊരു ആക്ടിവിറ്റി. ഇത് കഴിഞ്ഞിട്ടാണ് ആ ഒരു എല്ലോ വരുന്നത്. ഇത് കുഴപ്പമില്ല. യെല്ലോ എങ്ങനെയാ വരിക? എല്ലോ നമുക്ക് ആ ഒരു ഏരിയ ഇല്ലേ, എല്ലോ റോപ്പിന്റെ ഒരു ഏരിയ, അതിൽ ഹോൾഡ് ചെയ്തിട്ട് താഴത്തെ കേബിളിൽ കാല് വെച്ചിട്ട് അങ്ങനെ നടക്കണം. സൈഡ് വൈസ് ആകുന്നത്, സൈഡ് വൈസ്. അവിടെ നിന്നാണ് ഈ ഒരു ബ്രിഡ്ജ് വരുന്നത്. അവിടെ ലാസ്റ്റിലെ മേലെ ഇങ്ങനെ ഹാങ് ചെയ്തിരും, ഇതിൽ പിടിച്ചിട്ട് ബാക്കി. ഇത് ട്രൈ നോക്കല്ലേ? ഇത് വലിയ ഇതൊന്നുമില്ല. ഈസിയാണ്. ഒരു മസിലുകാരൻ പോലെ ഒരു ഫീല്. അധികം എക്സസൈസ് ഒന്നും ചെയ്യലില്ല, തിന്ന് ഒരുത്ത ഇരിക്കൽ മാത്രം. ഇതെല്ലാം കിട്ടും. ഇനിയെങ്കിലും ജിമ്മിന് പോകണം എന്നുള്ള ബോഡി സൈന് കാണിച്ച് തുടങ്ങി. ഇത് നോക്കുന്നോ? ഇത് എത്ര സീനില്ല അല്ലേ? ഇതും കൂടെ ഒന്ന് നോക്കാം. ഇത് കുറച്ചാണല്ലോ ലെങ്ത്തും ഉള്ളൂ. ഒരു മാറ്റിക്കോട്ടെ. ഓക്കെ. പോളില്ല. ഓക്കെ, അപ്പുറം ഹോൾഡ് ചെയ്തിട്ട് സ്റ്റെപ്പിൻ്റെ സെൻറ്ററിൽ തന്നെ കാലം കേട്ടോ. ഇത് ഇവിടെ പിടിക്കണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇവിടെ പിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് ചവിട്ടുമ്പോൾ സ്റ്റെപ്പ് അങ്ങോട്ട് ആടിപ്പോവും, വീഴാൻ ചാൻസ്. സെൻട്രലായിട്ട് തന്നെ കാല് വെച്ചിട്ട് ഫുള്ള് വെയിറ്റും ആ ഒരു വെക്കുന്ന കാലിലേക്ക് കൊടുക്കാം. മറ്റേതൊന്നും വലിയ സീനില്ലേ ഇത്? സ്റ്റെപ്പ് തന്നെ ജസ്റ്റ് 2 കാലെടുത്ത് ഒന്ന് ഇറങ്ങി നിന്ന് നോക്ക്, വലിയ കുഴപ്പമില്ല. അത് ഫുള്ള് വെയിറ്റ് ആ കാലത്തിന് നോക്കും. തിരിച്ചു കയറാൻ ഇപ്പൊ എന്ത് ചെയ്യണോ? ഞാനൊരു തീരുമാനം എടുക്കുന്ന. ഇത് വലിയ വിഷയമൊന്നും ഇല്ല, എങ്കിലും സമയമില്ലാത്തതുകൊണ്ട് എന്നുള്ളൊരു കാരണം പറഞ്ഞിട്ട് ഞാൻ എസ്കേപ്പ് ആകും. വേറെ നല്ലത് അങ്ങനെ ഷെയ്ക്കാകുമ്പോൾ തടിയുള്ളത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാ. അത് തീരെ ഇല്ല. ഇതാ നമ്മള് കാല് വെക്കുന്നല്ലോ, സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലേക്ക് ഇങ്ങനെ ആവുന്നുള്ളൂ. തന്നെ വെച്ചിട്ട് നേരാണെന്നുണ്ടെങ്കിൽ അല്ല ബ്രോ, മൂഡ് പോയി. അല്ല, എനിക്ക് അല്ലാണ്ട് പേടിയായിട്ടൊന്നല്ല കേട്ടോ, അത് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഇപ്പം നിങ്ങൾ ഇത് കണ്ട് ചിരിക്കുന്ന പോലെ ഉണ്ടാവും. ഒരു പിന്നെ എന്താ പറയുക, സമയമില്ല കൊണ്ട. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. വൺസെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം ഇതെല്ലാം. ഞാൻ റമീസിനെ കയറ്റണം എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം അവൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അവൻ്റെ മൈൻഡിൽ ആകാശത്തോടെ പോകുന്നൊരു ഫീലാണ് ഉണ്ടാവാൻ. പക്ഷെ അവന് ഭയങ്കര പേടിയായിട്ട് അവൻ പിന്മാറി. എന്ത് ചെയ്യാനാ, കുഴപ്പമില്ല. ഓക്കെ റമീസ, നീ കാരാത്ത നന്നായിക്ക് മോനെ. ഞാൻ ഒരു വട്ടം കയറിയതാ, ഒരു കേബിൾ കൂടെ പോകുന്നല്ലേ, അത് അവസാനം എത്താൻ നേരത്ത് അങ്ങോട്ട് കയറാണ്ടായി പോയി. ഇതെനിക്കറിയാനോ, നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഞാനാരായി അപ്പോ? ഞാൻ വിചാരിച്ചു ഇവനെ ഒരിക്കലും ഓനല്ല ഓൾറെഡി അത് കയറിയതാ. എന്നിട്ട് അന്ന് നീ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചതേനു. എന്താ എന്തായാലും ആടെ എത്തിയരാ. എനക്കതല്ല, വെയിറ്റ് കൂടുതലായോണ്ട് എന്നിട്ട് എന്ത് ചെയ്തത്? അതുപോലെ തന്നെ ഇത് ആടെ കുറച്ച് ചെറിയൊരു കേറ്റാണ്. അതേ സ്പീഡ് ചവിട്ടി വരണോ? നോക്കരുത്. വേറെയും സംഭവങ്ങളുണ്ട്. വല കൂടെ, പക്ഷെ അതിന്റെ അപ്പുറത്ത് വേറൊന്നുണ്ടല്ലോ, അതൊന്നും കാര്യമില്ല. നിങ്ങള് ട്രൗസർ ഉണ്ടോ? ആദ്യമല്ലേ മോനെ എടുത്തോ, മോനൊന്ന് ചിരിപ്പിക്കണ്ടിട്ട് കളിച്ച കളി. അവൻ ഒരു ഫോട്ടോ എടുക്കാൻ ഭയങ്കര ബുദ്ധി, ഡ്രസ്സൊക്കെ മേടിച്ചിട്ടില്ല. എടുത്ത മതി, ഒരുങ്ങിക്കുമ്പോൾ പോകാല, സമയം വൈകി. നമ്മളിത് അവിടുന്ന് ഇറങ്ങാണ്. പിന്നെ ബാഗ് കാര്യങ്ങളെല്ലാം സെറ്റാക്കിക്ക്. ഇപ്പോൾ ലോഡ് 83 എന്ന് പറഞ്ഞ
വയനാട്ടിലുള്ള മൊറിക്യാബ് ലോഡ്സ് 83 എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മൾ 1 ഡേ സ്റ്റേ ചെയ്തത്. എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ്, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അടിപൊളിയാണ്. നിങ്ങൾ പിന്നെ ഈ ടെറസ് ഇങ്ങനത്തെ ഇത് സംവിധാനമുള്ള റിസോർട്ടിൻ്റെ മുമ്പ് വന്നീനോ? ഫുഡും കാര്യമെല്ലാം ഓക്കെ അല്ലേ? അതെ. നിങ്ങളെല്ലാം ക്രിക്കറ്റ് എല്ലാം കളിക്കുന്നുണ്ട്. കളിന്നല്ല ക്രിക്കറ്റോ ഷട്ടിലോ? മീസ സെറ്റാണോ? ഓക്കെ അല്ലേ? അപ്പോൾ ഓരെല്ലാം അവിടെ ഓരോ പണികളിലും ബാഗ് എടുത്ത് വെക്കേണ്ട തിരക്കിലുമാണ്. പോവല്ലേ? അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ലോഡ്സ് 83 നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി കേട്ടോ. ഓക്കെ, 2 ദിവസം കൂടെ നിൽക്കണമെന്നുണ്ട്. അത്ര ഇഷ്ടപ്പെട്ടു. ഇവിടെ സമയപരിമിതി കൊണ്ട് പോവുകയാണ്.